പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് രണ്ട് വിധമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന പദക്രമത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന പദക്രമത്തിൽ വരുന്നു എന്നും പറഞ്ഞു. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻസ് ആ രൂപത്തിലുള്ള ആ പദക്രമത്തിലുള്ള സെൻറ്റൻസുകൾ ആക്റ്റീവിൽ തന്നാൽ അതെങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണോ മാറ്റുന്നത് അതുപോലെ തന്നെ മാറ്റിയാൽ മതി. എന്നിട്ട് ഓക്സിലറി വേർബ് സബ്ജക്റ്റിൻ്റെ മുമ്പിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഓപ്ഷൻ ഏതാണോ ഉള്ളത് അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസീവിലേക്ക് പോകാൻ പറ്റും. അതായത് സെൻറ്റൻസിൽ ക്യാൻ ഉണ്ടെങ്കിൽ ആ ക്യാന് സബ്ജക്റ്റിൻ്റെ മുമ്പിലാണ് ഉണ്ടാവുക. അത് എസ് ഓർ നോ ക്വസ്റ്റ്യനിലായാലും ഇനി ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിലായാലും. എസ് ഓർ നോ ക്വസ്റ്റ്യനിലാകുമ്പോൾ ക്യാന് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കാണും. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ, അപ്പോൾ ക്യാന് തുടക്കത്തിൽ വന്നു. ഇനി ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിന് തൊട്ട് ശേഷമാണ് ആ ക്യാന് വരിക. അപ്പോൾ ഹൗ ക്യാൻ യു ഹെൽപ്പ് മീ, അപ്പോൾ ഹൗ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയുമ്പോൾ അവിടെ ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വന്നു. പിന്നെ ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ കഴിഞ്ഞിട്ട് യു എന്ന സബ്ജക്റ്റ് വന്നു. അപ്പം ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതേ ഓർഡറിൽ തന്നെ പാസീവ് കണ്ടാൽ മതി. എന്നിട്ട് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും മാറ്റി വെച്ചിട്ടുണ്ടോ അതുപോലെ ആക്റ്റീവിലെ ക്വസ്റ്റ്യൻ ആയി വരുന്ന സെൻറ്റൻസിലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലെ ആക്റ്റീവ് സെൻറ്റൻസ് അത് ആക്റ്റീവ് ആണെങ്കിൽ ആ ആക്റ്റീവിലെ സബ്ജക്റ്റ് എവിടെയുണ്ടോ അവിടെ കൊണ്ടുപോയി ഒബ്ജക്റ്റ് വെച്ചാൽ മതി. ബൈ ആവശ്യമുള്ളിടത്ത് വെക്കുക, വെക്കാതിരിക്കുക ചെയ്യാം. അത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണല്ലോ. അപ്പം ബൈ നിർബന്ധമായി വെക്കേണ്ട സ്ഥലങ്ങളിൽ വെക്കണം. ആരെയെന്ന് വ്യക്തമായി പറയണമെങ്കിൽ വെക്കണം. ഇനി ആൾക്ക് പ്രാധാന്യമില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോനൗൺ വന്നാലൊക്കെ നമ്മൾ അത് സാധാരണ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഈ രീതി ഈ പദക്രമം ഒന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ 24 ഓക്സിവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഓക്സിവേഴ്സിൽ 3 ഓക്സിവേഴ്സ് പാസീവ് വോയിസിൽ ഉപയോഗിക്കാറില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ള ഓക്സിവേഴ്സ് ഉപയോഗിക്കുമ്പോൾ 21 ഓക്സിവേഴ്സ് ഉപയോഗിക്കുമ്പോൾ 3 ഓക്സിവേഴ്സ് ഉപയോഗിക്കാറില്ല. കാരണം ഓക്സിവേഴ്സിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. പാസീവിൽ ഓക്സിവേവ് വരും. പാസീവിൽ ഓക്സിലറി വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു പുതിയ ഓക്സിവേവിൻ്റെ ആവശ്യമില്ല. ആക്റ്റീവിൽ എന്തിനാണ് ഓക്സിവേവ് ഡു ഡസ് ഡിഡിൻ്റെ സഹായം തേടുന്നത്? ആക്റ്റീവിൽ ഓക്സിലറി വേർബ് ഇല്ലാതെ സെൻറ്റൻസ് വരുന്നുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോൾ ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ ഹെൽപ്പ് എന്നും ഹെൽപ്സ് എന്നും വരുന്നുണ്ട് ഓക്സിലറി ഇല്ലാതെ. അതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഓക്സിലറി വേർബ് ഇല്ലാതെയാണ് ഹെൽപ്ഡ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ നെഗറ്റീവിലേക്ക് നോട്ട് ചേർത്ത് നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിലേക്കോ മാറ്റുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ഓക്സിലറിൻ്റെ സഹായം ആവശ്യമായി വരും. ഓക്സിലറിൻ്റെ സഹായം ആവശ്യമായി വരുന്ന 2 സന്ദർഭങ്ങളാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നതും മറ്റൊന്ന് നോട്ട് ചേർത്ത് നെഗറ്റീവ് ഉണ്ടാക്കുക എന്നതും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഓക്സിലറിൻ്റെ സഹായം തേടുന്നു. അങ്ങനെ ഹെൽപ്പിന് ഡൂവിൻ്റെയും ഹെൽപ്സിന് ഡസിൻ്റെയും സഹായം തേടുന്നു. ഹെൽപ്ഡിന് ഡിഡിൻ്റെ സഹായം തേടുന്നു. എന്നാൽ പാസീവ് വോയിസിൽ ഇവയുടെ ആവശ്യമില്ല. കാരണം പാസീവ് വോയിസിൽ
എപ്പോഴും എന്ത് വരുന്നുണ്ട്? ഓക്സിലറി വേർബ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിൽ ഡു ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചിട്ട് ഒരു ചോദ്യം കണ്ടാൽ അത് വേർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. ഇപ്പം ഈ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് കണ്ടാൽ, അതായത് ഉദാഹരണത്തിന് ഇവിടെ കൊടുത്ത ഉദാഹരണം നോക്കുക. ഡു വെച്ചിട്ടുള്ളൊരു ഉദാഹരണം, ഡു യു സീ ഹർ, ഡു യു സീ ഹർ എന്ന് കാണുന്നു. അപ്പൊ നമ്മൾ ഈ സി ഒന്നാമത്തെ ഫോമാണെന്ന് കരുതിയിട്ട് ഈ ബി എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. സി ഒന്നാമത്തെ ഫോം അല്ല. സി ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഫോമാണ്. അതായത് ശരിക്കും പറയുമ്പോൾ വേർബിന്റെ നാലാമത്തെ ഫോമാണ്. ഇതിൻ്റെ കൂടെ എസ് കൂടി ചേരാം. അപ്പൊ ഇവിടെ ഡു യു സി എന്ന് പറയുന്നത് സി ഒന്നാമത്തെ ഫോമായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഒന്നാമത്തെ ഫോമാണെന്ന് കരുതിയിട്ട് നമ്മൾ ബി എടുത്ത് ഉപയോഗിക്കരുത്. കാരണം അതിന് മുമ്പിൽ ഡു വന്നിട്ടുണ്ട്. അപ്പോൾ ഡു വന്നത് കൊണ്ട് ഈ സിയെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒന്നാമത്തെ ഫോമായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ബി ഒന്നാമത്തെ ഫോം ആണെങ്കിൽ ബി ആണല്ലോ പാസീവിൽ ഉപയോഗിക്കേണ്ട, പ്രത്യേകമായിട്ട് വരേണ്ട വേർബ്, അതെടുത്ത് ഉപയോഗിക്കരുത്. ഡൂസീനെ ഒരു വാക്കാക്കിയിട്ട് മാറ്റണം. ഡൂസീനെ ഒരു വാക്കായിട്ട് മാറ്റുമ്പോൾ അത് സി എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ സി എന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഓക്സിലറി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ ഡൂവിൻ്റെ സഹായം തേടുന്നത്. അപ്പോൾ സി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വേർബിൻ്റെ ഒന്നാമത്തെ ഫോമിന് തുല്യമായ ഒരു വേർബിൻ്റെ നാലാമത്തെ ഫോം. അപ്പോൾ സി അല്ലെങ്കിൽ സീസ്, അങ്ങനെ വരുമ്പോൾ ആ സീസിന് അല്ലെങ്കിൽ സിക്ക് പകരം നമ്മൾ എന്താണ് പാസീവിൽ ഉപയോഗിക്കുക എന്നോർക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആമീസ് ആണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ട് ആ ഭാഗം നോക്കുക. ഡു ഡസ് പ്ലസ് V1 ആക്റ്റീവിൽ വന്നാൽ നമ്മൾ V1 കാണുമ്പോഴോടുകൂടി അത് V1 ആണെന്ന് ധരിച്ച് ബിയിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റണം ഇതിലേക്ക്, വേർബിൻ്റെ സിമ്പിൾ പ്രസന്റ് ഫോമിലേക്ക്. അപ്പോൾ ഡു ഹെൽപ്പ് എന്നോ ഡസ് ഹെൽപ്പ് എന്നോ ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് എന്തായിട്ടാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? അത് ഒന്നുകിൽ ഡു ഹെൽപ്പാണെങ്കിൽ ഹെൽപ്പായിട്ട് എടുക്കണം, അതല്ല ഡസ് ഹെൽപ്പാണെങ്കിൽ ഹെൽപ്സ് ആയിട്ട് എടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആമീസ് ആർ ഉപയോഗിച്ച് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡു ഡസ് പ്ലസ് V1 കണ്ടാൽ, ആക്റ്റീവിൽ കണ്ടാൽ, പാസീവിൽ അത് ആമീസ് ആർ പ്ലസ് V3 ആണെന്ന് ഓർമ്മിക്കാം. അപ്പം ഡു ഹെൽപ്പ് എന്ന് അല്ലെങ്കിൽ ഡസ് ഹെൽപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ പാസീവിൽ ഒന്നുകിൽ ആം ഹെൽപ്ഡ് വരും, അല്ലെങ്കിൽ ഈസ് ഹെൽപ്ഡ് വരും, അല്ലെങ്കിൽ ആർ ഹെൽപ്ഡ് വരും. ഇനി ഡിഡ് പ്ലസ് V1 ആണ് ക്വസ്റ്റ്യനിൽ കാണുന്നെങ്കിൽ V1 ആണെന്ന് കരുതിയിട്ട് നമ്മൾ പോകരുത്. ഡിഡ് പ്ലസ് V1 V1 ആയിട്ടാണ് വന്നത്, അത് ശരിയാണ്. ഡിഡിന്റെ കൂടെ V1 ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്ന് കരുതി V1 ആണ് പാസീവിൽ ഉപയോഗിക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ബി എടുക്കരുത്. പാസീവിൽ ഉപയോഗിക്കുന്ന ബി ഫോം, ബിയും ബിന്റെ ഫോംസും ഉണ്ടല്ലോ, അതിൽ ബി അല്ല ഒന്നാമത്തെ ഫോം, അതെടുക്കരുത്. ഡിഡ് പ്ലസ് V1 വന്നാൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഡിഡ് ഹെൽപ്പ് എന്ന് കണ്ടാൽ അത് ഹെൽപ്ഡിന്റെ സ്പ്ലിറ്റ് ചെയ്ത
രണ്ട് വാക്കുകളാണ്. അതിൻ്റെ ഒറ്റ വാക്ക് ഹെൽപ്ഡ് ആണ്. ഹെൽപ്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡിഡ് പ്ലസ് V1 കണ്ടാൽ വാസ് അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് അതിൻ്റെ കൂടെ V3 ഉപയോഗിച്ചിട്ടാണ് പാസീവ് ഉണ്ടാക്കേണ്ടത്. ഡിഡ് ഹെൽപ്പ് എന്ന് കണ്ടാൽ വാസ് ഹെൽപ്ഡ് എന്നോ വേർ ഹെൽപ്ഡ് എന്നോ പാസീവിലേക്ക് മാറ്റണം. അപ്പൊ ഇതാണ് നമ്മൾ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ഡൂഡസ് കണ്ടാൽ നിങ്ങൾ ഡൂഡസിനെ മാറ്റിയിട്ട് ഡൂഡസ് പ്ലസ് V1 കണ്ടാൽ ഡൂഡസിനെ അങ്ങ് മാറ്റുക, അത് ഉപയോഗിക്കേണ്ട. പകരം ആമീസാറിലൊന്ന് ഉപയോഗിക്കുക. എന്നിട്ട് V1ന്റെ V3 എടുത്തിട്ട് ഉപയോഗിക്കുക, പാസീവ് ആവും. അതുപോലെ ഡിഡ് പ്ലസ് V1 കണ്ടാൽ നിങ്ങൾ ഡിഡിനെ മാറ്റുക, പകരം അവിടെ പാസീവിൽ വാസ് അല്ലെങ്കിൽ വേറെ ഏതാണോ വേണ്ടത് അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ V3 ഉപയോഗിച്ചിട്ട് പാസീവ് ആക്കുക. ഇത് നിങ്ങൾ ഓർമ്മിക്കുക. മറ്റ് ഓക്സിവേഴ്സിന് ഇത് പ്രശ്നം അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇക്കാര്യം ഓർമ്മിക്കണം. പിന്നെ ഷാല് വന്നാൽ അത് വില്ല എന്ന കാര്യം നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐയുടെയും വിയുടെയും കൂടെ ഷാല് കണ്ടാൽ ആ ഷാല് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഐക്കും വിക്കും പകരം വേറെ ഏതെങ്കിലും നൗണോ പ്രോനൗണോ വന്നാൽ ആ ഷാല് വില്ലായിട്ട് മാറും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു മുമ്പത്തെ ക്ലാസ്സിൽ. അതാണ് പിന്നെ ഓക്സിവേവിൽ കാണുന്ന ഒരു മാറ്റം. മറ്റ് മാറ്റങ്ങൾ ഒന്നും ഓക്സിവേവിന് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ട് അത് മാറുന്ന രൂപമാണ് പറയുന്നത്. അപ്പോൾ ഈ മാറുന്ന രൂപം നിങ്ങളിപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അടുത്ത മോക്ക് ടെസ്റ്റിൽ ഇതാണ് വരിക, ആക്റ്റീവ് ആൻഡ് പാസീവ് എന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഉത്തരം എങ്ങനെ കണ്ടെത്തണം എന്ന് ഇവിടെ നിന്നിപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കൊടുത്ത ഒന്നാമത്തെ സെന്റൻസ് നോക്കാം. വിൽ യു ഈറ്റ് ബിരിയാണി? ഇതൊരു ആക്റ്റീവ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. വിൽ യു ഈറ്റ് ബിരിയാണിയിൽ നമ്മൾ ആ സെന്റൻസിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ യു വിൽ ഈറ്റ് ബിരിയാണി എന്നായിട്ട് മാറും. അതിൻ്റെ പാസീവ് ഉണ്ടാകുന്നത് ബിരിയാണി വിൽ ബി ഈറ്റൻ ബൈ യു എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിരിയാണി വിൽ ബി ഈറ്റൻ ബൈ യുവിലെ ബിരിയാണി വിൽ എന്നതിനെ സ്ഥാനം മാറ്റി വെക്കുക. ആ വാക്ക് പരസ്പരം മാറ്റി വെക്കുക. അപ്പോൾ വിൽ ബിരിയാണി എന്ന് കിട്ടി, പാസീവായി. വിൽ ബിരിയാണി ബി ഈറ്റൻ ബൈ യു. ഇപ്പൊ വിൽ എന്ന ഓക്സിലറി വെർബ് അതേ സ്ഥലത്ത് വെക്കുക, പാസീവിൽ മാറ്റരുത്. പിന്നെ യു ആണുള്ളത്, യു സബ്ജക്റ്റ് ആണ്, അവിടെ ഒബ്ജക്റ്റ് ആക്കണം. ബിരിയാണിയാണ് ഒബ്ജക്റ്റ്. ബിരിയാണി എടുത്ത് നമ്മൾ യുവിൻ്റെ സ്ഥാനത്ത് വെച്ചു. യുവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി ബിരിയാണിയുടെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ബൈ ചേർത്തിട്ട് യുവും വെച്ചു. പിന്നെ ഈറ്റ് എന്ന വെർബാണുള്ളത്. ഈറ്റ് വില്ലിന് ശേഷം ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ ഫോമിൽ വരുന്ന പാസീവിലെ ബി ഉപയോഗിക്കുന്നു. ഈറ്റിന്റെ മൂന്നാമത്തെ ഫോമായ ഈറ്റൺ ഉപയോഗിക്കുന്നു. അപ്പോൾ വിൽ ബിരിയാണി ബി ഈറ്റൺ ബൈ യു എന്നായാൽ പാസീവായി. രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ ഡു യു സീ ഹർ ആക്റ്റീവ് ആണ്. അത് മാറ്റുമ്പോൾ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ യു ഡു സീ ഹർ. സാധാരണ നമ്മൾ അങ്ങനെ ഡു സിയെ സി എന്നാക്കിയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. ഓക്സിലേറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡു ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യനിലെ. അപ്പൊ യു സീ ഹെർ എന്ന് ആയി മാറുന്നു. യു സീ ഹെറിന്റെ പാസീവ് ഷീ. യുവിന്റെ സ്ഥാനത്ത് ഹെർ വരുമ്പോൾ ഹെർ ഷീ ആയിട്ട് മാറുന്നു. പിന്നെ സി സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് അതിന്റെ പാസീവ് ഈസ്. ഷീ ആയതുകൊണ്ട് ഈസ് പ്ലസ് V3 സീന്. അപ്പൊ ഷീ ഈസ് സീൻ ബൈ യു എന്നായിട്ട് മാറുന്നു. ഈ ഷീ ഈസിനെ ഈസ് ഷീ എന്നാക്കിയാൽ ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം കാണുന്ന ഡൂവിന്റെ സ്ഥാനത്ത് ആ ഡു വില്ല് വന്നതുപോലെ അതേപടി വരില്ല. ഡു ഡസ് ഡിഡ് പാസീവിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഡു എന്ത് ചെയ്യുന്നു? ഓക്സിയോയുടെ സ്ഥാനത്ത്, ഡൂവിന്റെ സ്ഥാനത്ത് ഓക്സിയോ ആയിട്ട് വരേണ്ടത് ആമീസാറിൽ ഒരെണ്ണമാണ്. അപ്പൊ ഇപ്പുറം വരുന്ന സബ്ജക്റ്റ്, അതിന് ശേഷം വരുന്ന സബ്ജക്റ്റിനെ നോക്കിയിട്ടാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നത് ഐ ആണെങ്കിൽ ആമും, സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ആറ് ഉപയോഗിക്കുന്നു. ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ട് അവിടെ ഈസ് വെക്കുന്നു.
എന്നിട്ട് ഈസ് ഷീ സീൻ ബൈ യു എന്ന് പറയുമ്പോൾ അത് പാസീവായിട്ട് മാറും. ഇനി അടുത്തത് ഹൗ ഡസ് ഷീ പ്രിപ്പയർ റൈസ്, അത് ആക്റ്റീവാണ്. അപ്പോൾ ഹൗവിന് ഒരു മാറ്റം വരുന്നില്ല, ഹൗ അതേപടി തന്നെ വെച്ചോളാം. ഡസ് ഷീ പ്രിപ്പയറിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ ഷീ ഡസ് പ്രിപ്പയർ റൈസ് എന്നായിട്ട് മാറുന്നു. ഡസ് പ്രിപ്പയർ എന്ന് പറയുമ്പോൾ അത് പ്രിപ്പയേഴ്സിന്റെ സ്പ്ലിറ്റ് ചെയ്ത രണ്ട് വാക്കുകളാണ്. അപ്പോൾ ഷീ ഡസ് പ്രിപ്പയർ, ഷീ പ്രിപ്പയേഴ്സ് റൈസ് എന്നാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. പ്രിപ്പയേഴ്സിന്റെ കൂടെ ഓക്സിലറി ഉണ്ടാവില്ല സ്റ്റേറ്റ്മെന്റിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡസ് എടുക്കുകയല്ലേ ചെയ്യുക ഓക്സിലറിന്റെ സഹായം തേടുമ്പോൾ. അപ്പോൾ ഇവിടെ വരുന്നത് ഷീ പ്രിപ്പയേഴ്സ് റൈസ്. പ്രിപ്പയേഴ്സിനെ നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ മാറ്റുമ്പോൾ അവിടെ ഈസ്, റൈസ് ആണല്ലോ ഷീയുടെ സ്ഥാനത്ത് വരാം. അപ്പോൾ ഈസ് പ്ലസ് V3 പ്രിപ്പയേർഡ്. അപ്പോൾ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് വരുന്നു. ഈ റൈസീസിനെ ഈസ് റൈസ് എന്ന് മാറ്റിയിട്ട് ഹൗയുടെ കൂടെ ചേർക്കുമ്പോൾ അത് പാസീവായിട്ട് മാറി. ഇപ്പൊ ഡസ് പ്രിപ്പയർ എന്ന് കാണുമ്പോൾ ഈ പ്രിപ്പയർ ഒന്നാമത്തെ ഫോം ആണെന്നുള്ള ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ബി ഉപയോഗിക്കാൻ പാടില്ല. പ്രിപ്പയർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഫോം ആയിട്ടാണ്, പക്ഷെ അത് പ്രയോഗത്തിൽ വരുമ്പോൾ ആ ഒന്നാമത്തെ ഫോം നമ്മൾ അത് നാലാമത്തെ ഫോമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡസ് പ്രിപ്പയറിൻ്റെത് പ്രിപ്പയേഴ്സ് ആണ്, ഡു സിയുടേത് സി ആണ്. അപ്പോൾ ഹൗ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്നത് ഹൗ ഈസ് റൈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് ആയിക്കഴിഞ്ഞാൽ പാസീവായി. പിന്നെ ഹൗ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് ഓപ്ഷനിൽ കണ്ടാൽ അതൊരിക്കലും എടുക്കരുത്, അത് ചോദ്യത്തിന്റെ ഓർഡർ അല്ല എന്ന് ഓർമ്മിക്കുക. ഹൗ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിക്കുന്നില്ല, അത് പൂർണ്ണമായ അർത്ഥം കിട്ടാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഉദാഹരണത്തിന്, അവൾ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് എനിക്കറിയാം. അപ്പോൾ അവൾ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് ഹൗ ഡസ് ഷീ പ്രിപ്പയർ റൈസ് അല്ലെങ്കിൽ ഹൗ ഈസ് റൈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ചോദ്യത്തിലുള്ള അർത്ഥം. പക്ഷെ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം കിട്ടില്ലല്ലോ. റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറഞ്ഞാൽ റൈസ് ചോറ് അവളാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ. അതിന്റെ മുമ്പിൽ ഹൗ വെച്ചാൽ ചോദ്യമാവില്ല. ഹൗവിന് ശേഷം എസ് ഓർ നോ ക്വസ്റ്റ്യന്റെ അതേ ഓർഡറിൽ തന്നെ വരണം. അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷമാണ് ഓക്സിലറി വരേണ്ടത്, അതിനുശേഷം സബ്ജക്റ്റ് വരണം. അല്ലാതെ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് വന്നിട്ട് ഓക്സിലറി വെച്ചാൽ ഒന്നാൽ, അതായത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സ്റ്റേറ്റ്മെന്റ് ഓർഡറിൽ ഒരു സെന്റൻസ് വന്നാൽ അതിനെ ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുക. ഇപ്പൊ ഹൗ റൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്നോ അല്ലെങ്കിൽ ഹൗ ഷീ പ്രിപ്പയേഴ്സ് ബൈ ഹെർ എന്നോ ഹൗ ഷീ പ്രിപ്പയേഴ്സ് റൈസ് എന്നോ പറയുമ്പോൾ അവിടെ വരുന്നത് അത് സ്റ്റേറ്റ്മെന്റിന്റെ അതേ അർത്ഥം തന്നെയാണ്, ക്വസ്റ്റ്യന്റെ അർത്ഥം വരില്ല. അതായത് ഹൗ ഷീ പ്രിപ്പയേഴ്സ് റൈസ്, അവൾ എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കുന്നത് എന്നാണ് അർത്ഥം വരിക. എന്നൊരു അർത്ഥം കടന്നു വരും. അപ്പോൾ അത് ചോദ്യമല്ലല്ലോ. അവൾ എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചോദ്യമാണ്. എന്നാൽ അവൾ എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ചോദ്യമല്ലല്ലോ. എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഐ നോ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി. ഹൗ ഷീ പ്രിപ്പയേഴ്സ് റൈസ്, ഐ നോ ഹൗ ഷീ പ്രിപ്പയേഴ്സ് റൈസ് എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയാണ് ചോറുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നമുക്ക് പിന്നെ അതിന് പകരം ഹൗ ഡസ് ഷീ പ്രിപ്പയർ റൈസ് എന്ന് വെക്കാൻ പറ്റില്ല. ഐ നോ ഹൗ ഡസ് ഷീ പ്രിപ്പയർ റൈസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഐ നോ എന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൻ്റെ കൂടെ നമ്മൾ മറ്റൊരു സെന്റൻസ് ചേർക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ഓർഡറിൽ വരാൻ പാടില്ല. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹൗ ഈസ് റൈസ് പ്രിപ്പയർഡ് ബൈ ഹെർ എന്ന് പറഞ്ഞാൽ അത് പാസീവായിട്ട് മാറി. അടുത്ത സെന്റൻസിൽ നോക്കുക, ഹൂ റോട്ട് 3 മസ്കറ്റിയേഴ്സ്. ഇവിടെ റോട്ട് ഉണ്ട്, റോട്ടിന്റെ കൂടെ ഇവിടെ ഓക്സിലറി ഒന്നുമില്ല. അപ്പോൾ ഇതേതാണ്, V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെ നമ്മൾ
ഈ സാധാരണ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റിലെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ നെഗറ്റീവിലേക്കോ ക്വസ്റ്റ്യനിലേക്കോ മാറ്റുമ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ ഡിഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ആ ഓക്സിന് ശേഷം, അതായത് പ്രത്യേകിച്ച് ഈ ഡൂഡസ് ഡിഡ് മറ്റുള്ള ഓക്സിവേഴ്സിന് ബാധകമല്ല. അത്തരം ഓക്സിവേഴ്സ് ഏത് സെന്റൻസിലും അവിടെ ആവശ്യമായി വരുന്നതുകൊണ്ട് അതിനെ ബാധകമാകുന്നില്ല. പക്ഷെ ഈ ഡൂഡസ് ഡിഡ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പൊ റോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിഡാണ് കിട്ടുക. അപ്പൊ ഡിഡ് റൈറ്റ് എന്നാ വരാം. അപ്പൊ ഈ ഡിഡ് റൈറ്റ് എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുമ്പോൾ ഡിഡിന്റെയും റൈറ്റിന്റെയും ഇടയിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം. അങ്ങനെ സബ്ജക്റ്റ് വരുന്നില്ലെങ്കിൽ നമ്മൾ ഡിഡ് റൈറ്റ് എന്നോ ഡസ് റൈറ്റ് എന്നോ ഡു റൈറ്റ് എന്നോ ഉപയോഗിക്കാൻ പാടില്ല. അത് ഈ ഡു ഡസ് ഡിഡിനും ബാധകമായതാണ്. അപ്പം അതേസമയം അത് മറ്റുള്ള ഓക്സിവേഴ്സിന് ബാധകമല്ല. ഇപ്പൊ ക്യാൻ എടുത്താൽ ഹൂ ക്യാൻ റൈറ്റ് എന്ന് പറയാം. അവിടെ ക്യാനിന്റെയും റൈറ്റിനും ഇടയിൽ സബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ആ സബ്ജക്റ്റ് ഹൂവിൽ വന്ന് ചേർന്നു. ഹൂവിന്റെ ആൻസർ സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ സെന്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഡൂഡസ് ഡിഡിന് അത് പറ്റില്ല. ഡൂഡസ് ഡിഡ് ഉപയോഗിക്കുമ്പോൾ ഡൂഡസ് ഡിഡിന് ശേഷം വരുന്ന വേർബിന്റെ ഇടയിൽ ആര് വേണം? സബ്ജക്റ്റ് വേണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് വെക്കാൻ പറ്റില്ല. കാരണം ഹൂവിന്റെ ആൻസർ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ സെന്റൻസിൽ സബ്ജക്റ്റ് ഇല്ല. അത് ചോദ്യ വാക്കിലേക്ക് പോയി. ആ ഹൂ എടുത്തിട്ട് ഡൂവിന്റെ ഡസിന്റെ ശേഷം കൊണ്ടുപോയി വെക്കാനും പറ്റില്ല. കാരണം എല്ലാ ഈ ഇൻഫർമേഷൻ ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ തന്നെ ക്വസ്റ്റ്യൻ വേർഡ് വരണം. അതാണ് നിയമം. ഇപ്പൊ റോട്ട് നമുക്കറിയാം. റോട്ട് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് V2 ആണ്. ഇപ്പൊ ബിയുടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് വോസ് അല്ലെങ്കിൽ വേറാണ്. അതിലൊന്നെടുത്ത് എഴുതണം. 3 മസ്കറ്റേഴ്സ് ആണ് ഫസ്റ്റിലേക്ക് വരുന്നത്. 3 മസ്കറ്റേഴ്സ് വരുമ്പോൾ അവിടെ 3 മസ്കറ്റേഴ്സ് എന്ന് കാണുമ്പോൾ അത് പ്ലൂറലാണെന്ന് ധരിച്ചിട്ട് നമ്മൾ വേറെ എടുക്കരുത്. കാരണം ഇതൊരു പുസ്തകത്തിന്റെ പേരാണ്. പുസ്തകത്തിന്റെ പേര് പ്ലൂറലിൽ വന്നാലും സിംഗുലർ വെബേ എടുക്കാവും. അപ്പൊ ഈ റോട്ട് വാസ് റിട്ടൺ ആയിട്ടാണ് മാറുന്നത്. അപ്പം 3 മസ്കറ്റേഴ്സ് വാസ് റിട്ടൺ എന്ന് പറയുമ്പോൾ അത് പാസീവാണ്. അത് സ്റ്റേറ്റ്മെന്റിന്റെ ഓർഡറാണ്. 3 മസ്കറ്റേഴ്സ് വാസ് റിട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാസിനെ 3 മസ്കറ്റേഴ്സിന്റെ മുമ്പിൽ വെച്ചാൽ അത് നമുക്ക് പാസീവിന്റെ ഓർഡറിൽ കിട്ടും. അപ്പൊ 3 മസ്കറ്റേഴ്സ് വാസ് റിട്ടൺ എന്നതിനെ വാസ് 3 മസ്കറ്റേഴ്സ് റിട്ടൺ എന്ന് പറയുമ്പോൾ അത് പാസീവിന്റെ ഓർഡറിലായി. പിന്നെ ഹൂ എന്നുള്ള ചോദ്യവാക്കുമാണ്. ഹൂ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. സബ്ജക്റ്റിന്റെ ഉത്തരല്ലേ. അപ്പൊ ഇവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണല്ലോ ഹൂ നിൽക്കുന്നത്. അപ്പൊ ഹൂവിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വെക്കുമ്പോൾ സാധാരണ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ എടുത്തിട്ട് സ്ഥാനം മാറ്റി ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വെച്ച് പാസീവിൽ ഉപയോഗിക്കുമ്പോൾ ആ സബ്ജക്റ്റിന്റെ കൂടെ ബൈ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ ബൈ ഇവിടെയും ഉപയോഗിക്കണം. പക്ഷെ ബൈ ഉപയോഗിക്കുമ്പോൾ ഹൂ എന്നല്ല ഉപയോഗിക്കേണ്ടത്. ബൈ ഹൂ എന്നല്ല സാധാരണ പറയുക. അതിന്റെ കറക്റ്റ് യൂസേജ് ബൈ ഹും എന്നാണ്. അപ്പൊ ബൈ ഹും ഹൂ എപ്പോൾ പാസീവിൽ ആക്റ്റീവിൽ കാണുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ പാസീവിന്റെ തുടക്കത്തിൽ ബൈ ഹുമ്മാണ് വരിക, ബൈ ഹൂ വരില്ല എന്ന കാര്യം ഓർമ്മിക്കണം. പിന്നീട് നമ്മൾ 3 മസ്കറ്റേഴ്സ് വാസ് റിട്ടൺ വാസ് 3 മസ്കറ്റേഴ്സ് റിട്ടൺ എന്ന ഓർഡറിൽ മാറ്റി വെച്ചാൽ പാസീവായി. അപ്പോൾ ഹൂ റോട്ട് 3 മസ്കറ്റേഴ്സ് എന്നത് ബൈ ഹൂം വാസ് 3 മസ്കറ്റേഴ്സ് റിട്ടൺ എന്നായാൽ പാസീവായി. അടുത്ത സെന്റൻസ് നോക്കാം. വെൻ വിൽ ഹി ഫിനിഷ് ദ വർക്ക്? ആക്റ്റീവ് ആണ്. ഇത് വിൽ ഹി ഫിനിഷ്. അപ്പൊ വിൽ ഹീനെ ഹി വിൽ എന്നാക്കുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ മാറ്റേണ്ടത് എന്നറിയാം. അതുപോലെ മാറ്റുക. എന്നിട്ട് ഈ ഹി വില്ലിനെ വിൽ ഹി എന്നാക്കിയിട്ട് മാറ്റണം. അപ്പൊ വെന്ന് അതേപടി പാസീവില് വരണം. അതേ സ്ഥാനത്ത് പാസീവിന്റെ തുടക്കത്തിൽ. വില്ല് അതേപടി വെക്കുക. ഹി ആണ് സബ്ജക്റ്റ്. അവിടെ ദ വർക്ക് വെക്കുക. വർക്കിന്റെ സ്ഥാനത്ത് ബൈ ഹിം കൊണ്ടുപോയി വെക്കുക. ഫിനിഷ് എത്രാമത്തെ വേർബാണെന്ന് നോക്കുക. ഫിനിഷ് ഒന്നാമത്തെ വേർബ് തന്നെയാണ്. വില്ലിന്റെ കൂടെ അല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വേർബ് വില്ലിന്റെ കൂടെ വരികയില്ല. അതിന്റെ പാസീവ് എന്താണ്? ബി ഫിനിഷ്ഡ് ആണ്.
വെൻ വിൽ ദ വർക്ക് ബി ഫിനിഷ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞാൽ അത് പാസീവ് ആയി. നെക്സ്റ്റ് സെന്റൻസ് നോക്കുക. ഡിഡ് യു ഡ്രിങ്ക് മിൽക്ക് ടുഡേ? ആക്റ്റീവ് ആണ്. ഡിഡിന്റെ സ്ഥാനത്ത് വരേണ്ടത് ഓർമ്മിക്കുക വാസ് അല്ലെങ്കിൽ വേറാണ്. ഇനി യുവിന്റെ സ്ഥാനത്ത് വരേണ്ടത് മിൽക്കാണ്. മിൽക്ക് ആയതുകൊണ്ട് വോസ് ആണ് വരിക. അപ്പോൾ നമ്മളതിനെ വോസ് മിൽക്ക് എന്നാക്കി വെച്ചു. ഡ്രിങ്ക് എന്നതിൻ്റെ മൂന്നാമത്തെ ഫോം ഡ്രങ്ക് ആണ്. ഡ്രിങ്ക്, ഡ്രങ്ക്, ഡ്രങ്ക്. അപ്പോൾ വോസ് മിൽക്ക് ഡ്രങ്ക് ബൈ യു ടുഡേ എന്ന് പറഞ്ഞാൽ പിന്നെ അത് പാസീവായിട്ട് മാറും. വേർ ഡിഡ് യു ബൈ ദിസ് പെൻ? വേർ അതേ സ്ഥലത്ത് വെക്കുക. ഡിഡിന്റെ സ്ഥലത്ത് വോസ് അല്ലെങ്കിൽ വേർ വരണം. ഇവിടെ യു ആണ് സബ്ജക്റ്റ്. യുവിനെ മാറ്റിയിട്ട് അവിടെ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ദിസ് പെന്ന് വെക്കണം. ദിസ് പെന്ന് സിംഗുലർ ആയതുകൊണ്ട് വോസ് മതി നമുക്ക്. അപ്പോൾ നമ്മൾ വേർ അതിനുശേഷം വോസ് വെക്കുന്നു. യുവിന്റെ സ്ഥാനത്ത് ദിസ് പെന്ന് വെക്കുന്നു. ബൈ ഒന്നാമത്തെ ഫോമാണ്. ബൈ ഒന്നാമത്തെ ഫോമിന്റെ മൂന്നാമത്തെ ഫോം ഏതാണ്? ബോട്ടാണ്. അപ്പോൾ എന്തായി? അവിടെ ബോട്ട് വെച്ചു. ദിസ് പെന്നിന്റെ സ്ഥാനത്ത് നമുക്ക് ബൈ യു എന്ന് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ ഡിഡ് ബൈ എന്നത് ബോട്ടാണ്. അപ്പോൾ അതിൻ്റെത് പാസ്റ്റായി. നമ്മളത് മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ഈ ഡിഡിന്റെ സ്ഥാനത്ത് വോസ് വെക്കണമെന്ന് ഓർമ്മിച്ചാൽ, ഇനി വേറെ വെക്കണമെന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിഡ് ബൈ ബോട്ടാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബൈയുടെ മൂന്നാമത്തെ ഫോം ബോട്ടാണ്. അപ്പോൾ നമ്മൾ വേർ വാസ് ദിസ് പെൻ ബോട്ട്. വേർ വാസ് ദിസ് പെൻ ബോട്ട് ബൈ യു എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഒരാളോട് നേരിട്ട് ചോദിക്കുമ്പോൾ ബൈ യുവിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. അടുത്ത സെന്റൻസ് എടുക്കുമ്പോൾ വെൻ ഡു ദേ ഡെലിവർ ദ മെയിൽ? വെന്നിന്റെ സ്ഥാനത്ത് അതേപോലെ തന്നെ പാസീവില് വെന്ന് തുടക്കത്തിൽ വരണം. ഡു പാസീവിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് അല്ല. ഡു പ്രസന്റ് ആണ്. അതുകൊണ്ട് പകരം പ്രസന്റിലുള്ള ബീന്റെ ഫോം ഉപയോഗിക്കുക. അത് ആമീസ് ആറാം. ദയ്യാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് മെയിൽ വരണം. ദ മെയിൽ. അത് സിംഗുലറിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ഈസ് എടുക്കേണ്ടി വരും. അപ്പൊ വെൻ ഈസ് നായി. ഡൂവിന് പകരം ഈസ് വന്നു. ദയ്യുടെ സ്ഥാനത്ത് മെയിൽ വന്നു. പിന്നെ നമ്മൾ ഡെലിവർ ഒന്നാമത്തെ ഫോം അല്ലേ എന്ന് കരുതിയിട്ട് ബി എടുത്ത് ഉപയോഗിച്ചേക്കരുത്. കാരണം ബിയുടെ ഫോമായ ഈസ് ഇപ്പുറം ഉപയോഗിച്ചിട്ടുണ്ട് വെന്ന് കഴിഞ്ഞിട്ട്. അത് ഓർക്കണം. അപ്പൊ വെൻ ഈസ് ദ മെയിൽ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ പാസീവ്. നെക്സ്റ്റ്, ഈസ് ദ ഡോക്ടർ എക്സാമിനിങ് ദ പേഷ്യന്റ്? ഈസ് അതേപടി വെക്കും. ചിലപ്പോൾ ഈസ് ആറായി പോകും. ഈ മാറി വരുന്ന ഒബ്ജക്റ്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലാന്ന് വരാം. പേഷ്യൻസ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈസ് വെച്ചേക്കരുത്, 6 വെക്കേണ്ടത്. പക്ഷെ ഡോക്ടറുടെ സ്ഥാനത്ത് നമ്മൾ പേഷ്യന്റിനെ എടുത്ത് വെക്കുന്നത് പേഷ്യന്റ് സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് ഈസ് ദ പേഷ്യന്റ്. പേഷ്യന്റെ സ്ഥാനത്ത് ബൈ ദ ഡോക്ടറിന് ആവശ്യം വരുന്നില്ല. കാരണം പേഷ്യന്റിനെ എക്സാം ചെയ്യുന്നത് സാധാരണ ഡോക്ടർ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുന്നതാണ്. അങ്ങനെ ആരാണ് ഈ ഏജന്റ് സബ്ജക്ട് ബൈയുടെ ബൈ പ്ലസ് വെക്കുന്ന ആ ഏജന്റ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറി വരുന്ന ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് മാറി വരുന്ന സബ്ജക്റ്റ്, ആക്റ്റീവിലെ സബ്ജക്റ്റ്, അത് ആരാണെന്ന് വ്യക്തമായി മനസ്സിലാവുമെങ്കിൽ നമ്മളത് അവിടെ വെക്കേണ്ടതില്ല. പാസീവിൽ ആവശ്യമില്ല ബൈ. അതുപോലെ ആ ആൾക്ക് പ്രസക്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ അതൊന്നും ബൈ നമ്മൾ വെച്ചിട്ട് ഏജന്റിനെ വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പ്രോനൗണിലും സാധാരണ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാൽ അത് തെറ്റ് എന്നല്ല, നമുക്കതിനെ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഈസിന്റെ സ്ഥാനത്ത് ഈസ് വെക്കുന്നു, ഡോക്ടർ സ്ഥാനത്ത് പേഷ്യന്റ് വെക്കുന്നു, ബൈ ദ ഡോക്ടർ നമ്മൾ ഒഴിവാക്കുന്നു. എക്സാമിനിങ് എന്നത് മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ ബിയുടെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ബീയിങ് ഉപയോഗിച്ചു. തുടർന്ന് എക്സാമിനിങ് എന്നത് ING ഫോമാണ്. അപ്പോൾ ആ ING ഫോം എന്ന ബിയുടെ ഫോമിലേക്ക് കൊണ്ടുപോയി ബിയുടെ ആ ഫോം ഏതാണോ ING അതെടുത്ത് വെക്കുന്നു. അപ്പം എക്സാമിനിങ്ങിന് തുല്യമായ ബി ഫോം ബീയിങ് ആണ്. എക്സാമിനിന്റെ മൂന്നാമത്തെ ഫോം നമ്മൾ ഉപയോഗിക്കുന്നു.
അത് എക്സാമിൻഡ് ആണ്. അപ്പോൾ ഈസ് ദ പേഷ്യന്റ് ബീയിങ് എക്സാമിൻഡ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. ഇനി ക്യാൻ വി സെൻഡ് ദിസ് ബിഗ് പാർസൽ ബൈ എയർ. ക്യാനിന് സ്ഥാനചലനമില്ല, പാസീവില് അതേപോലെ വെക്കുക. വി സ്ഥാനചലനത്തിന് വിധേയമാവുന്നു. വി സബ്ജക്റ്റ്, അതവിടെ എടുത്തിട്ട് ഒബ്ജക്റ്റ് ആയ ദിസ് ബിഗ് പാർസൽ വെക്കണം. ബൈ എയറിന് ചലനമൊന്നുമില്ല. പിന്നെ വരുന്നത് വേർബ് സെൻഡ് ആണ്. സെൻഡ് എത്രാമത്തെ ഫോമിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ഫോമിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 2ലേക്കോ 3ലേക്കോ ഒന്നും പോകുന്നില്ല. അത് പോണെങ്കിൽ ഡൂഡസ് ഡിഡ് വന്നാല സെൻഡ് പ്രസന്റിലേക്കോ, അതായത് 2ലേക്കോ അല്ലെങ്കിൽ 4ലേക്കോ, 3ലേക്കല്ല 4ലേക്കോ പോകുന്നത്. അപ്പൊ ക്യാൻ സെൻഡ് ആയതുകൊണ്ട് സെൻഡ് ഒന്നാമത്തെ ഫോമിൽ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ബിയുടെ ഫോമും ബി തന്നെയാണ്. സെൻഡിന്റെ 3ാമത്തെ ഫോം സെൻഡ് ആണ്. അപ്പോൾ ക്യാൻ ദിസ് ബിഗ് പാർസൽ ബി സെൻഡ് ബൈ എയർ എന്ന് പറഞ്ഞാൽ അത് പാസീവ്. മസ്റ്റ് വി കട്ട് ദിസ് ട്രീ. മസ്റ്റിന് സ്ഥാനചലനമില്ല, പാസീവില് മസ്റ്റ് തുടക്കത്തിൽ തന്നെ വെക്കുക. സബ്ജക്റ്റായി ആക്റ്റീവില് വന്ന വിക്ക് സ്ഥാനചലനമുണ്ട്, അവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ള ദിസ് ട്രീ കൊണ്ടുവെക്കണം. പിന്നെ ബയസ് വെക്കുക വെക്കാതിരിക്കുക ചെയ്യാം, ഇവിടെ ഒഴിവാക്കിയിട്ടാണുള്ളത്. പിന്നെ ഉള്ളത് കട്ടാണ്. കട്ട് എന്ന് പറയുന്നത് മസ്റ്റിന്റെ കൂടെ വന്നുകൊണ്ട് ഒന്നാമത്തെ ഫോം തന്നെയാണ്. അപ്പോൾ ബി എടുക്കണം, ബിയുടെ കൂടെ കട്ടിന്റെ 3ാമത്തെ ഫോമായ കട്ട് വെക്കണം. അപ്പോൾ മസ്റ്റ് ദിസ് ട്രീ ബി കട്ട്. ഇനി ബൈ എസ് വെക്കുകയാണെങ്കിൽ മസ്റ്റ് ദിസ് ട്രീ ബി കട്ട് ബൈ എസ്. ഇങ്ങനെയാണ് ആക്റ്റീവും പാസീവും ക്വസ്റ്റ്യനിൽ മാറുന്നത്. അപ്പൊ ഇക്കാര്യം ഒന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ അത് ഈ നിയമങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം കണ്ടെത്തണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് പാസീവിനെ കുറിച്ച്, ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. പരീക്ഷയിൽ സാധാരണ വരുന്ന ഒരു ടോപ്പിക്കാണ്, സാധാരണ വരുന്ന ഒരു ചോദ്യമാണ് ഈ ടോപ്പിക്കിൽ നിന്നുള്ളത്. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ആകെ നിങ്ങൾ വേർബിന്റെ മാറ്റത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. വേർബിന്റെ മാറ്റത്തിലൂടെ ശരിയുത്തരത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത്.